എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഒരു ട്രാൻസ് വുമണെ നോക്കിക്കൂടെ പാർട്ട്ണറായിട്ട്. ഓക്കെ, ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും, സൂര്യ ഇഷാൻ, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ കപ്പിൾസായിട്ടുണ്ട്, അതുകൊണ്ട് എന്താ നിനക്ക് ആയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ കണ്ടു. അതിൻ്റെ മറുപടി ആയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അങ്ങനെ കപ്പിൾസായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, കുറേ പേര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, കുറേ പേര് ബ്രേക്കപ്പായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവരുടെ ചോയ്സാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ അവർ ജീവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല, ഒരു ട്രാൻസ് വുമണെ നോക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉത്തരമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോക്ക് വന്നത് കേട്ടോ. എനിക്കങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ഇല്ല, സ്ത്രീയോ ട്രാൻസ് വുമണോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ലൈഫിൽ വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ട്രാൻസ് വുമണായിട്ടുള്ള റിലേഷൻഷിപ്പ് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാരണം. സത്യം പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ കമൗട്ട് ആയതിനു ശേഷം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക. കാരണം അന്ന് ജോലിയൊന്നുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ആരെങ്കിലും ഒരു സ്നേഹം തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച നിമിഷമായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അല്ല അപ്പോൾ ഉണ്ടായിരുന്നത്, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മളൊരു ട്രാൻസ് വുമൺ എന്താ പറയുക, നമ്മുടെ അടുത്തോട്ട് വരികയും ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അത് യെസ് പറഞ്ഞു. ആ യെസ് പറഞ്ഞത് ലൈഫിലെ ഏറ്റവും വലിയ അബദ്ധമാണെന്നുള്ളത് ഞാൻ പിന്നെയാണ് തിരിച്ചറിഞ്ഞത്. കാരണം ആ ഒരു യെസ് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ 2-2.5 വർഷത്തെ സമാധാനമാണ് പോയി കിട്ടിയത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ വ്യക്തികളുടെ പേരോ അഡ്രസ്സോ ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ഞാൻ സംഭവം പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, 2018 ഡിസംബർ നവംബർ മാസങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഒരു മാസം എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും അവസാനമാണെന്ന് അറിയാം. ആ സമയത്ത് ഇതേപോലെ തന്നെ ഒരു യെസ് പറഞ്ഞ് കുടുങ്ങിപ്പോയി എന്ന് പറയാം. അങ്ങനെ ആ റിലേഷൻഷിപ്പ് ഏകദേശം 2-2.5 വർഷം പോയി. അതിൽ ഞാൻ നേരിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു ട്രാൻസ് വുമണാണ്. ഓക്കെ, അത് എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല, ഞാൻ ട്രാൻസ്മെൻ ആയിരുന്നു. അതിനപ്പുറം ഈ വ്യക്തി ഈ ഹിജറ കൾച്ചറുമായി ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ ആ സമയത്ത് ഒരുപാട് കൾച്ചറിൽ ബന്ധമുള്ള മമ്മിമാർ, അതുപോലെ സഹോദരിമാർ, അവരെ മക്കൾ, മരുമക്കൾ ഒക്കെ. ഓക്കെ, അത് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തി ഒരുപാട് എൻ്റെ അടുത്ത് കള്ളം പറയാം, പല രീതിയിലുള്ള കള്ളങ്ങൾ പറയാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ പറയണമെന്നുള്ളത്. ഓക്കെ, അത് കള്ളമാണെന്ന് മനസ്സിലായത് പിന്നെ പല ആൾക്കാരും നമ്മളോട് പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നില്ല. ഒരാൾ കള്ളം പറഞ്ഞ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മാച്ചിങ് തോന്നും, ആണോ അല്ലേ ആ സംഭവം ഉണ്ടല്ലോ. അത് പലതും മാച്ച് ആവുന്നില്ല, സന്ദർഭങ്ങൾ മാച്ച് ആവുന്നില്ല എന്ന് പറയും, സിറ്റുവേഷൻസ് മാച്ച് ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ, ക്യൂൺ ഓഫ് ദ ഇയർ എന്നൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടുപോയി. അത് അങ്ങനെ ഒരു പരിപാടിക്ക് അവിടെ പൈസയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ക്യൂൺ ഓഫ് ദ ഇയറൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്ന്. 1-2 കാര്യത്തിന് മാത്രം ചെറിയൊരു പൈസയുടെ ആവശ്യം വരുന്നുള്ളൂ. എന്തോ ഒരു ഡ്രസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലാതെ ഒന്നിനും അവിടെ ക്യാഷിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ 20,000-25,000 എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി. പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്ക് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. പിന്നെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസികമായിട്ട് പീഡനം തരിക, എന്നെ നല്ലപോലെ തെറി വിളിക്കും, പച്ചയ്ക്ക് തെറി വിളിക്കും. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഥ പറയണേ കുറേ പറയാനുണ്ട് കേട്ടോ. പിന്നെ ഈ ഹിജറ കൾച്ചറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഈ വ്യക്തി അതുമായി അസോസിയേറ്റ് ആയി നിൽക്കുക. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മമ്മിയുടെ അടുത്താണ്, ആ മമ്മിയുടെ അടുത്താണ്, മറ്റേ മമ്മിയുടെ അടുത്താണെന്നൊക്കെ ഞാൻ ഡയലോഗ് അടിക്കും. എന്ത് മമ്മി? എനിക്കറിഞ്ഞു ഇവിടെ മമ്മിയുടെ അടുത്താണോ വേറെ അടുത്താണോ എന്ന്. അതാണ് പ്രശ്നം. ആരുടെ അടുത്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. മമ്മി അടുത്താണോ വേറെ അടുത്താണോ, എന്തിനാണ് പോയത് പോലും എനിക്കറിയാം.
ഇവിടുന്ന് ഒരു പോക്കങ്ങ് പോകും. ഏണ്ടാ പോയതെന്ന് അറിയില്ല, ഒന്നും അറിഞ്ഞൂടാ. 1% പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് ആ റിലേഷൻഷിപ്പ്? നിങ്ങൾ പറഞ്ഞത് 1% പോലും നമുക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത് പറയരുതെന്ന് പറയും, പക്ഷെ ഉള്ള കാര്യം പറയാൻ പറ്റുമോ? ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇല്ലാത്ത കാര്യം ഇവിടെ പറയുന്നില്ല. കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള കാര്യം പറയണം. ഉള്ളതാണ് പറയും. ഞാൻ തുറന്നടിച്ച് പറയും എന്താണ് അത്. ഐഡിയ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിനെ നോക്കണില്ല എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കഥ പറയില്ല. ഓക്കെ, അല്ലെങ്കിൽ എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ നിർത്തിച്ച് ഇങ്ങനെ ഒരു പോക്കങ്ങ് പോകും. വിളിച്ചു കഴിഞ്ഞാലും നമ്മളോട് സംസാരിക്കൂല. നമ്മളോട് സംസാരിക്കണമൊക്കെ ഏതൊക്കെയോ ആൾക്കാരാണ്. ഈ കുറേ ട്രാൻസ്മെൻസ് ഞാൻ കൂടി അറിയില്ല അവരാരൊക്കെയാണ്. അത് മോളാണ്, ഇത് മരുമോളാണ്, മറ്റതാണ് മറിച്ചാണ്. എന്നെ കുറേ പപ്പാന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു എന്നെ പപ്പാന്ന് വിളിക്കുകയാണ്. ആൾക്കാർ എന്നെക്കാളും പ്രായം കൂടിയ ആൾക്കാർ എന്നെ കയറി എന്തിനെ പപ്പ വിളിക്കണം. അവരെ ഞാൻ ഒരു ബന്ധമില്ല, ഞാൻ അറിയും കൂടില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊന്നും ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഇത് തലവേദന, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നും ബഹളമായിരുന്നു, എന്നും ഇഷ്യൂസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വേണ്ടാന്ന് വെച്ചു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറെ ആരും നോക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇതിൽ നല്ല ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല, നല്ല ആൾക്കാരുണ്ട്, ഇതുപോലെ കച്ചറകളും ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ട്രാൻസ്മെനോടും ഒരു രീതിയിൽ താല്പര്യം ഇല്ല. കാരണം ഒരു അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് ഇനി വീണ്ടും എനിക്ക് താല്പര്യമില്ല. ആരെൻ്റെ അടുത്ത് വന്നാലും പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലൊന്നും ഇല്ലയോ, ഞങ്ങൾ കൾച്ചറിലൊന്നും ഇല്ലയോ, ഭയങ്കര ഡയലോഗ് അടിക്കും. നോക്കുമ്പോൾ എന്താ, ഇവരെ ഫേസ്ബുക്ക് എടുത്തോ ഇൻസ്റ്റ എടുത്തോ നോക്കിയാൽ മനസ്സിലാക്കാം. ഈ പരിവാരത്തെ ഫോട്ടോ ഉണ്ടാവും, ട്രാൻസ്മെൻസ് പോലുള്ള ഫോട്ടോസ് ഉണ്ടാവും, ആ കമ്മ്യൂണിറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാവും, ഈ ജൽസയ്ക്കും മറ്റേനും പോയ ഫോട്ടോസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതാണ്. പിന്നെ എന്തായാലും ഈ വെറുതെ ഡയലോഗ് അടിക്കണേ ഞങ്ങൾ കൾച്ചറില്ലയോ, ഞങ്ങൾ ഇല്ലയോ എന്നൊക്കെ പറയാണ്ട്. ഇതാണ് കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് ട്രാൻസ്മെൻസിനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം. ഓക്കെ, എങ്ങനെ പോയാലും ഈ കൂട്ടത്തിൽ തന്നെ പെടും. അല്ല, എൻ്റെ കാര്യം പറഞ്ഞു വന്നാണ്. ആക്ച്വലി ഇങ്ങനെ എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം പറഞ്ഞു തന്നാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പറഞ്ഞു തന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഉള്ള കാര്യം പറഞ്ഞു തന്നുള്ളൂ, ഒരാൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ആക്ച്വലി എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രാൻസ്മെൻസിനെ എനിക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല. അപ്പം ഇനി ട്രാൻസ്മെൻസ് ആയ ആളുകൾ ആലോചന കൊണ്ട് വരണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല ആൾക്കാരും പറയും നിങ്ങൾ ഒരേ ആൾക്കാരല്ലേ, മനസ്സിലാക്കാൻ സുഖമല്ലേ. എന്ത് മനസ്സിലാക്കാൻ സുഖമല്ലേ എന്ന്? ഇവിടെ എന്താ ഇപ്പം മനസ്സിലാക്കിയത്? ഈ വ്യക്തി ഇപ്പം എന്നെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ആ വ്യക്തി കുറേ കറങ്ങണം, അവിടെ വേണം നടക്കണം, ഇതൊക്കെ തന്നെ. ഇവിടെ എന്താ മനസ്സിലാക്കിയത്? ഇതാണ് മനസ്സിലാക്കല്. ഒരു ട്രാൻസ്മെനെ മനസ്സിലാക്കൽ ഇങ്ങനെയാണ്. ഇവരൊന്നും മനസ്സിലാക്കില്ല. ഇവർക്ക് ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ ഒരു പാർട്ട്ണർ വേണം. ഒരാണ് ഒരുത്തനെ കാണിച്ചു കൊടുക്കണം, ഞാൻ അതാ കമ്മിറ്റഡായി, അതിനൊരാൾ വേണം. അതാണ് സംഭവം, അല്ലാതെ ഒന്നുമല്ല. മനസ്സിലായില്ല? ആൾക്കാരെ മുന്നിൽ കാണിച്ചാനൊരാൾ ഇതിൻ്റെ പാർട്ട്ണറാണ്. സ്നേഹമല്ല, ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമില്ല. ആൾക്കാരുടെ മുന്നിൽ കാണിക്കാനുള്ള സ്നേഹമേ ഉള്ളൂ. ഉള്ളത് പറയാലോ. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കറിയുന്ന ട്രാൻസ്മെൻ ആളുകൾ, ട്രാൻസ്മെനായിട്ട് കമ്മിറ്റഡായിട്ട് നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, എല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഓക്കെ, എല്ലാവരും അല്ല, കുറച്ച് പേരിങ്ങനെയാണ്. നല്ല ആൾക്കാരുണ്ട് എനിക്കറിയുന്ന. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്മെന്മാർ അവരുടെ ട്രാൻസ്മെൻ പാർട്ട്ണറായിട്ട് സുഖമായിട്ട് സുന്ദരമായിട്ട് നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നല്ല എന്താ പറയുക, നല്ല ഐശ്വര്യമുള്ള ഫാമിലി എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ പലരും ഇതിൽ ഫേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളി കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടല്ലോ ചെയ്യേണ്ടത് ഇത് ചാനലായിപ്പോയി, യൂട്യൂബ് ചാനലായിപ്പോയി. അത് പറയാൻ പറ്റുന്നില്ല. കാരണം സത്യം പറഞ്ഞാൽ പലപ്പോഴും പല രാത്രികളിൽ ഞാൻ ആ സമയത്തൊക്കെ ട്രിവാൻഡ്രത്ത് ഷെൽട്ടർ ഹോമിൽ വർക്ക് ചെയ്യുക. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായിട്ടുള്ള ഇത് കാരണം നല്ല പോലെ ഭ്രാന്തായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിട്ട് ഇമോഷൻ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ഒരാളായിട്ട് വീണ്ടും നമ്മൾ കമ്മിറ്റഡ് ആവുക, അല്ല അങ്ങനെ അതിലോട്ട് പോവുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സാധിക്കില്ല. ഇപ്പം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇനി അതല്ലാത്തൊരാൾ വന്നാൽ, ഇനിയിപ്പോൾ നല്ലൊരാൾ വന്നാൽ തന്നെ, ട്രാൻസ്ഫോർമർ വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ടേ ആ ഫീലിംഗ് വരുന്നില്ല. കാരണം ആ അനുഭവം ലൈഫിലുള്ളത് കാരണം എനിക്ക് പിന്നെ വേറൊരാളുമായിട്ട് അങ്ങനെ അതിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മളെ മാക്സിമം പിഴിഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം എല്ലാ അർത്ഥത്തിലും. ഓക്കെ,
ഇതാണുള്ള പ്രശ്നം. അപ്പോൾ ഇപ്പോഴും ഞാൻ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ പാർട്ട്ണർ അല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. കാരണം അവർക്ക് അറിയാം ഈ വ്യക്തിയെക്കുറിച്ച് കറക്റ്റായിട്ട് ഇവരെങ്ങനെയാണ് എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് ആരും എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് നാണക്കേടായിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇതിന് മുമ്പ് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനതായിട്ട് ബ്രേക്കപ്പായിട്ട് വർഷങ്ങളായി നോക്കുന്നത്. നമ്മളൊരു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നൊരാൾ, ചിന്തിക്കണം നിങ്ങൾ, ഇങ്ങനെ വന്ന ഒരാളെ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ഒരാൾ തന്നെ മെൻ്റലി ഫിസിക്കലി ഇതുപോലെ വളരെ ഒരാളെ ഏറ്റവും ഇതാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ, അതും കൂടെ ചിന്തിച്ച് നോക്കിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റിയും കൂടെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയാണ് ശരി, കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കാൻ എപ്പോഴും ഉണ്ടാകും. അവർ പോലും നമ്മളെ ഇതുപോലെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി എന്തായിരിക്കും, ഏത് അവസ്ഥയിലൂടെ ആയിരിക്കും ഞാൻ പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം ഡൗൺ സ്റ്റേജിലൂടെയാണ് ഞാൻ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. അതാണ്. ഈ കഥയൊന്നും മിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാ, പക്ഷെ കുറച്ച് ആളുകൾക്ക് അറിയാം. ഓക്കെ, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം തരേണ്ട ആൾക്കാരാണ് ഈ മാതിരി പരിപാടി ചെയ്യുന്നത്. ഓൾറെഡി ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടേണ്ടവിടെ നിന്ന് കിട്ടുന്നില്ല, ഫാമിലിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന സ്റ്റേജിൽ ഇങ്ങനെ ഒരാൾ ലൈഫിലോട്ട് വരികയും നമ്മൾ ഇത്രത്തോളം എന്താ പറയുക തരം താഴ്ത്തി അത്രത്തോളം നമ്മൾ മാനസികമായിട്ടും എല്ലാ അർത്ഥത്തിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ അവിടെ ഒന്നും പരാജയപ്പെടാൻ നമ്മൾ പിടിച്ചു നിൽക്കണം. അത് നമ്മുടെ മെൻ്റൽ പവർ അനുസരിച്ച്. വീണ്ടും പറയുകയാണ്, ഇത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഇതാക്കാൻ വേണ്ടി പറയുന്ന വീഡിയോ അല്ല. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ കമൻസിന് എടുത്ത് നോക്കിയാൽ കാണാം, നീ നിനക്ക് ട്രാൻസ്മണം നോക്കിക്കൂടെ, കാരണം അതാവുമ്പോൾ എന്നെ കൂടുതൽ മനസ്സിലാക്കും, എൻ്റെ കൂടെ നിൽക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറയാറുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു മറുപടി ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ആരെയും കമ്മ്യൂണിറ്റി മൊത്തം എങ്ങനെയാണെന്ന് പറഞ്ഞ് കരിവാരി തേക്കാൻ ചെയ്തതല്ല. കമ്മ്യൂണിറ്റി നല്ല കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായി ജീവിക്കണമുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ എന്തെടുത്ത് നോക്കിയാൽ ഏത് വിഭാഗത്തിലും കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു ടീം, അതിൽ ഫേക്ക് കളിക്കാനും അല്ലെങ്കിൽ അതിൽ മോശപ്പെട്ട ആൾക്കാർ. നിർഭാഗ്യവശാൽ ഇനി കിട്ടിയത് അതായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. വന്നതും ഒരു വലിയ പ്രശ്നമാണ്, നമ്മൾ കൂടെ നിന്നതും വലിയ പ്രശ്നക്കാരിയാണ്. അതാണ് സംഭവം. എന്ത് പറയാനാ, നമ്മളെ വിധി എന്ന് പറയാൻ പറ്റും, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ വിധി നമുക്കിങ്ങനെ അനുഭവിക്കാനുള്ള വിധി ഇങ്ങനെ തരികയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ പവർ, അവിടെയാണ് നമ്മളൊക്കെ ഓവർകം ചെയ്ത് പോകണം. പിന്നെ ചില സമയത്ത് നമ്മൾ ഡൗൺ ആവും. അപ്പോൾ ഞാൻ ചില ഇമോഷണൽ വീഡിയോസൊക്കെ ചെയ്യും, നിങ്ങൾ കാണാറുണ്ടല്ലോ. പക്ഷെ സാരമില്ല, എനിക്ക് അറിയാം അതിങ്ങനെ ഓവർകം ചെയ്യണം. നമ്മൾ ഓവർകം ചെയ്യും, ഓരോ സ്റ്റേജ് നമ്മൾ ഓവർകം ചെയ്ത് തന്നെ ഇവിടെ എത്തിയത്. ഇനി മുന്നോട്ട് ഓവർകം ചെയ്ത് തന്നെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.